ആലപ്പുഴ ചെങ്ങന്നൂർ ആല സർവീസ് സഹകരണ ബാങ്കിനെതിരെ നിക്ഷേപകർ വീണ്ടും രംഗത്ത്. നിക്ഷേപ തുക തിരികെ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് പുതുവർഷ ദിനത്തിൽ നിക്ഷേപകർ സൂചനാ സമരം സംഘടിപ്പിച്ചു. നിക്ഷേപകത്തുക തിരികെ വാങ്ങാൻ ചെന്ന നിക്ഷേപകരെ ബാങ്ക് ജീവനക്കാർ കളിയാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നാരോപിച്ചാണ് നിക്ഷേപകരുടെ നേതൃത്വത്തിൽ സൂചനാ സമരം സംഘടിപ്പിച്ചത്. 1 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ ബാങ്കിൽ നിക്ഷേപിച്ചവരാണ് സമരത്തിന് നേതൃത്വം നൽകിയത്. ഇവർക്ക് നിക്ഷേപകത്തുകയോ പലിശയോ തിരികെ ലഭിച്ചിട്ടില്ലെന്നാണ് ആരോപണം. അപ്പോൾ നമ്മുടെ അധ്വാന ഭാരം ഇവിടെ പൈസ കൊണ്ട് നിക്ഷേപിച്ചിട്ട് ഇവിടെ വന്ന് ചോദിക്കുമ്പോൾ ഇന്ന് തരാം, നാളെ തരാം, മറ്റന്നാൾ തരാം, സർക്കാരിൽ നിന്ന് ഇങ്ങോട്ട് 5 കോടി കിട്ടുന്നുണ്ട്, 8 കോടി കിട്ടുന്നുണ്ട്, അതിന് പോയിരിക്കുന്നു എന്നുള്ളൊരു രീതിയിലാണ് സ്ഥിരം പല്ലവി. എന്നിട്ട് ആർക്കെങ്കിലും വന്ന് രാവിലെ മുതൽ വൈകുന്നവരെ കുത്തിയിരിക്കുന്നവർക്ക് 1000 രൂപ കൊടുത്തിട്ട് അവർക്ക് കൊടുത്തു, ക്യാൻസർ പേഷ്യൻസിന് കൊടുത്തു, മറ്റവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞു വിടുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ കിട്ടുമ്പോൾ തരും, അല്ല ഞങ്ങൾ ഇവിടെ തരാൻ, ആ ഒരു രീതിയിലേക്ക് ഇപ്പോൾ ധാർഷ്ട്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏതാണ്ട് സത്യം പറഞ്ഞാൽ മറ്റു മാർഗമൊന്നുമില്ല. ഏതാണ്ട് ആത്മഹത്യയുടെ വക്കിൽ എത്തിയിരിക്കുന്ന പലരും ഈ കൂട്ടത്തിലുണ്ട്. നിക്ഷേപകത്തുക ലോണിനും മറ്റു കാര്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നുവെന്നും ലോൺ കൊടുത്ത തുക തിരികെ വാങ്ങാതെ ജനങ്ങളുടെ പ്രീതി പിടിച്ചെടുത്ത് വീണ്ടും അധികാരത്തിൽ വരാനാണ് ആല സഹകരണ ബാങ്കിലെ ഭരണസമിതി അംഗങ്ങളുടെ ശ്രമമെന്നും ആരോപണമുണ്ട്. ഞങ്ങൾ നിക്ഷേപക കൂട്ടായ്മ ഇവിടെ മത്സരിച്ചതാണ്. അന്ന് ഒരു പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മത്സരിച്ചത്. അന്ന് ഈ നിലവിലെ ഈ ഭരണസമിതിക്ക്, അതായത് 42 വർഷത്തോളം സ്ഥിരമായി ഭരിച്ച ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ പോലും ഒരു കക്ഷി ഇപ്പോഴും പണം എടുത്തവർക്ക് പണം തിരിച്ചു കൊടുക്കണ്ട എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങി ജയിച്ചിട്ട് ഇപ്പോൾ അവരോട് ചോദിച്ചാൽ അവർ ആരും പണം തിരിച്ച് അടയ്ക്കുന്നില്ല. ആ ലോൺ എടുത്തവരുടെ നിന്ന് ആ ലോൺ തിരിച്ചു പിടിച്ച് ഞങ്ങൾക്ക് കിട്ടാനുള്ള പണം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് തരണം. ഓരോ ആവശ്യത്തിന്, കുട്ടികളുടെ വിവാഹത്തിന്, ജീവിത ചെലവിന്, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പൈസയാണ്. നിക്ഷേപകത്തുക എത്രയും വേഗം മുൻഗണനാക്രമത്തിൽ നിക്ഷേപകർക്ക് തിരികെ നൽകി ബാങ്കിന്റെ പ്രവർത്തനം സുതാര്യമാക്കണമെന്നാവശ്യപ്പെട്ട് 100-ൽ പരം നിക്ഷേപകർ സമരത്തിൽ പങ്കെടുത്തു. രക്ഷാധികാരി KG ശിവശങ്കരപിള്ള, പ്രസിഡന്റ് PC വാസുദേവൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.